ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പാർട്ട് ഞാനൊരു 3 ആയിട്ടാണ് എടുക്കുന്നതെങ്കിലും ഒരു 2 ദിവസത്തെ വേറൊരു ദിവസത്തെ വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റിപ്പോയെന്ന് വെച്ചാൽ ഒരു 2-3 വീഡിയോസ് ഡിലീറ്റ് ആക്കേണ്ടി വന്നു, സ്റ്റോറേജ് സ്പേസ് കാരണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു 2 വീഡിയോ ഒരു റിലേറ്റഡ് അല്ലാത്തൊരു വീഡിയോയും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഇത് ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ലാസ്റ്റ് ഞാനൊരു കാര്യം കൂടി പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും കേൾക്കേണ്ടതാണ്. നമ്മുടെ ഗാർഡൻ എന്ന് വെച്ചാൽ ഇന്നേക്കുള്ള ഒരു കറിക്കുള്ളതായി. ചീര ഒന്ന് ഒത്തിരി കിട്ടി, പക്ഷേ എല്ലാവർക്കും കൊടുക്കാനുള്ള ചീരയില്ലേ. എന്താ കാര്യം എന്ന് വെച്ചാൽ കുറേയൊക്കെ പുഴുക്കൾ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു തോരനുള്ളതായി. അപ്പം നമുക്ക് കാരണം ഒരു 2 ഫാമിലിക്ക്, അതായത് ഒരു വീട്ടിൽ 2 ആൾക്കാരുണ്ടെങ്കിൽ ആ കഴിക്കേണ്ട ചീരയൊക്കെ ആയി. നമ്മൾ പറയാറില്ല, എത്ര ചീര വറുത്ത് കഴിഞ്ഞാലും പണ്ട് ചെങ്ങാലിപ്രാവിൻ്റെ കഥ പറഞ്ഞൊരവസ്ഥയായിരിക്കും. അതായത് ഈ പയർ മണി വറുത്തിട്ടൊന്നും കാണാത്തൊരു ഇതായിരുന്നു. ചീരയായാലും അങ്ങനെയാണ്, മുറിച്ചെത്ര വറുത്ത് കഴിഞ്ഞാലും അത് ലാസ്റ്റിൽ അത്രയും ഉണ്ടാവില്ലൂ. അപ്പം അങ്ങനെ ഒരു വീട്ടിൽ ഉള്ളവർക്കായി. ഇപ്പോൾ ആവുമ്പോഴേ അപ്പുറം ഇപ്പുറമൊക്കെ കൊടുക്കണം, നമ്മൾ തന്നെ തിന്നുന്നതിലൊരു കാര്യമില്ലല്ലോ. പിന്നെ കുറച്ച് അമരയും കൂടെ കിട്ടി. അമര ബാക്കിയുള്ളതെന്ന് വെച്ചാൽ പ്രാണികൾ വന്ന് ഇങ്ങനെ നശിപ്പിക്കുകയാണ്. അപ്പം അതിന് ഞാനൊരു മരുന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്, ഇനി പോകുമായിരിക്കും. ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ചേട്ടൻ തന്ന മരുന്നാണ്. അവർ ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട് എനിക്കും തന്നു. അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ തിന്നുന്നതിലൊരു രസമില്ല, എല്ലാവർക്കും കൊടുക്കണ്ടേ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തോ സന്തോഷം, ഇതൊക്കെ സന്തോഷമാണ്. എന്നെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു കായെങ്കിൽ ഒരു കായ അത് പിടിച്ചിട്ട് കറി വെച്ച് കഴിക്കുന്നതിൻ്റെ സുഖം പൈസ കൊടുത്ത് വാങ്ങുന്നതിന് നമുക്ക് കിട്ടില്ല. അത് പച്ചക്കറിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ കുറച്ചധികം അമര കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും തോരൻ വെക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നേക്കുള്ള കറിയായി, കുറച്ച് ചീരയായി, കുറച്ച് അമരയായി. പിന്നെ ഞാൻ വരുന്നതെന്ന് വെച്ചാൽ വേറൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഞാൻ ഇതുപോലെ പിള്ളേരെ വിട്ട് വരുന്ന വഴി ഒരു വാക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള വലിയ 2-3 ഗ്രൗണ്ടുകളുണ്ട്. അപ്പോൾ അതിലൊരു ഗ്രൗണ്ടിൽ നിറയെ എന്താ പറയുക, കുറച്ചധികം കുറ്റിക്കാടുകളാണ്. ഈ കുറ്റിക്കാട്ടിൽ നിറയെ എന്ന് വെച്ചാൽ ഒരു എണ്ണാൻ പറ്റാത്തതിൽ അത്രയധികം മയിലുകൾ വരാറുണ്ട്. ഈ മയിലുകൾ ഡെയിലി നമ്മുടെ പിള്ളേർ കളിക്കുന്നതൊക്കെ എന്താ പറയുക സൈഡിലൂടെ ഗ്രൗണ്ടിലൂടെയൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് കണ്ടതെന്ന് വെച്ചാൽ കുറേ തൂവലുകളാണ്. അതെന്ന് വെച്ചാൽ ഏകദേശമൊക്കെ ആൾക്കാർ കൊണ്ടുപോയി എന്ന് തോന്നുന്നു. കാരണം നല്ല മയിൽ പീലിയോട് ആ ഒരു തൂവലുകളൊന്നും ഇതിൽ കാണാനില്ല. പിന്നെ കുറച്ച് ഞാൻ നോക്കി കേട്ടോ, ഇനി മയിലിന് എന്താ പറ്റിയെന്ന് അറിയണ്ടേന്നും പറഞ്ഞ് കുറച്ച് കുറ്റിക്കാട്ടിലൊക്കെ പോയി. പിന്നെ എനിക്കും പേടി, കാരണം പാമ്പൊക്കെ ഉള്ള സ്ഥലമാണ്. പകുതി പോയിട്ട് ഞാൻ അവിടെ സ്റ്റോപ്പാക്കി. ഇനി ഞാൻ കുറച്ച് തൂവലുകൾ ഇങ്ങനെ പറക്കിയെടുത്തു. എന്തോ രാവിലെ കണ്ടപ്പോഴൊരു വല്ലാത്ത വിഷമമായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചതേ ഉള്ളൂ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ പട്ടികളൊക്കെ അവിടെ ഇവിടെയായിട്ട് കിടക്കും, നിറയെ പട്ടികളുമുണ്ട്. അപ്പോഴാണ് ഒരു ചേട്ടൻ, ഞങ്ങളുടെ ഇവിടെ ക്ലീനിങ് ചെയ്യുന്ന ഒരു ചേട്ടൻ, 2 ചേട്ടന്മാർ ഇതുപോലെ വേസ്റ്റ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതെന്താ ഇവിടെ സംഭവിച്ചത്? അപ്പോൾ പറഞ്ഞു, മേഡം ഇങ്ങനെ മയിലിനെ കൊന്നിട്ട് ഭക്ഷിച്ചു, പട്ടികൾ ഭക്ഷിച്ചു. അപ്പം അതിൻ്റെ ബാക്കി ഞങ്ങൾ എടുത്തിട്ട് കളയാൻ പോവുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഞാൻ നോക്കിയില്ല കേട്ടോ, എനിക്ക് എന്തോ അതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം വന്നു. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ വേറെ ഇവിടുന്ന് മയിലിനെ പിടിച്ചു കൊണ്ടുപോയിട്ട്, ഇവിടെയാണ് കേട്ടോ മയിലിനെ പിടിച്ചത്. ആ പട്ടികൾ പിടിച്ചു കൊണ്ടുപോയിട്ട് വേറൊരിടത്ത് ഇട്ടിട്ട് ഫുള്ളങ്ങ് ഭക്ഷിച്ചു. അയ്യോ എന്തൊരു കഷ്ടമല്ലേ. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനിയൊരു തോത് കൂട്ടുകയാണെങ്കിൽ ഈ പട്ടികൾ നരഭോജികൾ എന്ന് തന്നെ പറയാമല്ലേ. മയിലുണ്ടോ കുഞ്ഞു പാകാവുന്നതേ ഉള്ളൂ കേട്ടോ. അതായത് പ്രായമായി വരുന്ന മയിൽ പീലികളാണ്, അതായത് കുഞ്ഞു മയിലിന്ന് അർത്ഥം. ആൺമയിലാണ് ഊഹിക്കാം നമുക്ക്. അപ്പം ഇങ്ങനെയാണെങ്കിൽ കുഞ്ഞു മക്കളെയൊക്കെ ഈ പട്ടികൾ കടിക്കും, ഉറപ്പാണ്.